ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇതുപോലത്തെ ഇൻവിറ്റേഷൻ കാർഡ്സൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇനി കളയണ്ട. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി പണിയുണ്ട്. ഒരു അടിപൊളി വാൾ ഡെക്കർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഈ ഇൻവിറ്റേഷൻസ് കാർഡ്സൊക്കെ ഞാൻ വെട്ടി ഇതിലൊട്ടിക്കാൻ പോവുകയാണ്. പല ഷേപ്പിലായിട്ട് ഇങ്ങനെ നമ്മൾ വെട്ടി കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഇഷ്ടത്തിൽ നമ്മളിങ്ങനെ വെട്ടി ഇങ്ങനെ കൊടുക്കുക, ലൈക്ക് എ കൊളാഷ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. അതങ്ങനെ പല ഇൻവിറ്റേഷൻ കാർഡ്സും നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാവും. നമ്മളതൊക്കെ വെറുതെ കളയാവില്ല. അപ്പോൾ ഇനി അങ്ങനെ കളയണ്ട. നമുക്കിതുപോലെ സിമ്പിളായിട്ട് വാൾ ഡെക്കർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ കാർഡ്സും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പല കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇനി നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നിൻ്റെ മേലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കൊളാഷിൻ്റെ രൂപത്തിൽ തന്നെ നമ്മൾ ഒട്ടിക്കുന്നത്. അങ്ങനെ എല്ലാ പീസുകളും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പലതരം ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ കാർഡ്ബോർഡ് ഷീറ്റിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ ഉറപ്പായി ഞെട്ടും. പ്രത്യേകിച്ച് ഓർഡറൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് അയക്കണേ. പിന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. ഇതുപോലെ വെറൈറ്റി വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിതെങ്ങനെ വെട്ടി, ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ പീസുകളുടെ ലുക്ക്. ഇനി നമുക്കിതിന് ഫ്രെയിം സെറ്റ് ചെയ്യണം. അത് ഞാൻ 4 സൈഡിലും ഒരു പ്രത്യേക അളവിൽ ഇങ്ങനെ കാർഡ്ബോർഡ് ഷീറ്റ് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഫ്രെയിമിൻ്റെ ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് നമ്മൾ 4 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗം തേച്ച് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രെയിം ലുക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്യണം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ്. അത് നമുക്ക് ഈ ഫ്രെയിമിൽ അങ്ങനെ കളർ ചെയ്തെടുക്കാം. 4 സൈഡ് നമ്മളിങ്ങനെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഞാനിങ്ങനെ അത്യാവശ്യം വെള്ളം ചേർക്കാതെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു ലുക്ക്. ഇനി കഴിഞ്ഞിട്ടില്ല. പിന്നെ പിസ്തത്തോടെയായിട്ടാണ് ഇതിൻ്റെ അടുത്ത പണി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് ഉപയോഗിക്കാം, ഷെൽസ് ഉപയോഗിക്കാം, മിറേഴ്സ് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അതിൻ്റെ. അപ്പോൾ നമുക്കിനി അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ ഇങ്ങനെ ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഗം തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു റോൾ ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ പിസ്തത്തോടൊക്കെ നമുക്കിങ്ങനെ 4 സൈഡിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. നല്ല അടുപ്പിച്ചാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രെയിമിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത് അത് വെച്ച് നമുക്ക് നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പിസ്തത്തോടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് 4 സൈഡും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് 4 സൈഡും ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. തീർന്നിട്ടില്ല. ഇനി നമുക്കൊരു ഗോൾഡൻ പേൾ കളർ നമ്മൾ ഈ പിസ്തത്തോടിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ 4 സൈഡും ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.
അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ വാൾ ഡെക്കർ. ഇത് ഫ്രെയിമായിട്ട് നമുക്ക് വാളിൽ തൂക്കിയിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻവിറ്റേഷൻ കാർഡ്സൊക്കെ ഒന്നും കളയണ്ട, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബായ്.